10ാം ക്ലാസ്സും ITIയും ഉണ്ടോ? നിങ്ങൾക്കും ട്രെയിൻ ഓടിക്കാം. അതായത് ഇന്ത്യൻ റെയിൽവേ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് വേക്കൻസീസിലേക്കുള്ള ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു മാസം തന്നെ ഇതിന്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ നമുക്ക് എന്താണ് ഈ ഒരു ALP അല്ലെങ്കിൽ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ജോലി, അതുപോലെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുമോ, എന്തൊക്കെയാണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻസ് വരുന്നത്, സാലറി വരുന്നത് തുടങ്ങിയ ALP ജോലിയുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങളും ഈ ഒരു വീഡിയോയിലൂടെ വിശദമായിട്ട് ഡിസ്കസ് ചെയ്ത് പോവാം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക. അപ്പോൾ എന്താണ് ALP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ്? നമുക്ക് അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ ട്രെയിൻ ഓടിക്കുന്ന വ്യക്തിയാണ് ആര്? നമ്മുടെ ലോക്കോ പൈലറ്റ്. അതായത് ട്രെയിനിന്റെ ക്യാപ്റ്റൻ ആരായിരിക്കും? നമ്മുടെ ലോക്കോ പൈലറ്റ് ആയിരിക്കും. അപ്പോൾ പുള്ളിക്കാരന്റെ സഹായിയായിട്ടിരിക്കുന്ന വ്യക്തിയാണ് ആര്? നമ്മുടെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് നമ്മളും ലോക്കോ പൈലറ്റ് ആവും. അപ്പൊ ആദ്യമേ ചെന്ന ഉടനെ തന്നെ നമുക്ക് ലോക്കോ പൈലറ്റ് ആവാനായിട്ട് പറ്റില്ല. പക്ഷെ ലോക്കോ പൈലറ്റിന് സഹായമായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒരു കോ പൈലറ്റ് പോലെ ഇരിക്കുന്ന വ്യക്തിയാണ് ആര്? ഈ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ആദ്യമേ തന്നെ നമുക്ക് മനസ്സിലാക്കിയിരിക്കാം നമുക്ക് കിട്ടാൻ പോകുന്ന ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിൻ ഓടിക്കുക എന്നുള്ള ഒരു ജോലിയാണ്. ഇനി ഇതിന്റെ മറ്റു കാര്യങ്ങളെ കടന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ റെയിൽവേ ഈ വർഷം പബ്ലിഷ് ചെയ്തിരിക്കുന്ന വേക്കൻസീസ് പ്രകാരം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 11,127ഓളം വേക്കൻസീസ് ആണ് ഇവിടെ ഉള്ളത്. ഈ പറഞ്ഞതുപോലെ തന്നെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിലേക്ക് വേണ്ടി ക്ഷണിച്ചിരിക്കുന്നത്. അപ്പൊ ഈ 11,027ഓളം വേക്കൻസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും ചെറിയൊരു വേക്കൻസീസ് അല്ല. നമുക്ക് കഴിഞ്ഞ വർഷം 9,000ഓളം വേക്കൻസീസേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ മനസ്സിലാക്കിയിരിക്കുക, ഈ വർഷം വേക്കൻസീസ് ഒക്കെ കൂടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു അവസരം കൃത്യമായിട്ട് മുതലാക്കുക, എന്തായാലും അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതിന്റെ മറ്റ് ക്വാളിഫിക്കേഷൻസ് അല്ലെങ്കിൽ ഒരു ഏജ് ലിമിറ്റിലേക്കൊക്കെ കടന്നു കഴിഞ്ഞാൽ 18 മുതൽ 30 വയസ്സ് വരെ ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ശ്രദ്ധിക്കുക, ഗ്രൂപ്പ് ഡി പരീക്ഷകളൊക്കെ ആണെങ്കിൽ 33 വയസ്സ് വരെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. 18 മുതൽ 30 വയസ്സ് വരെ ഉള്ളവർക്ക് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇവിടെ ജനറൽ കാറ്റഗറി ആണ് നിങ്ങൾ എന്തുണ്ടെങ്കിൽ 2/7/1996 അതുപോലെ തന്നെ 1/7/2008 ഇടയിലാണ് നിങ്ങൾ ജനിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് 2/7/1996 മുതൽ 1/7/2008 വരെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി OBC-കാർക്ക് 3 വയസ്സ് വരെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. ശ്രദ്ധിക്കുക, നോൺ ക്രിമിനൽ വിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രമേ ഈ ഒരു ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുള്ളൂ. ഇവിടെ 2/7/1993 അതുപോലെ തന്നെ 1/7/2008 ഇടയിൽ ജനിച്ചവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി SC/ST വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ 2/7/1991 അതുപോലെ തന്നെ 1/7/2008 ഇടയിലാണ് നിങ്ങൾ ജനിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതായത് ജനറൽ കാറ്റഗറി ആണെങ്കിൽ 30 വയസ്സ് വരെയും, OBC ആണെങ്കിൽ 33 വയസ്സ് വരെയും, SC/ST വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ 35 വയസ്സ് വരെയും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ എക്സ് സർവീസ് മെനിനുള്ള ഏജ് റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് എന്നുകൂടി ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, അടുത്തത് ഇനി നമ്മളുടെ ഒരു സാലറി അല്ലെങ്കിൽ ഒരു പേ ഗ്രേഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഡി പരീക്ഷയൊക്കെ ഒരു ലെവൽ 1 ആണെങ്കിൽ നമുക്ക് ഇവിടെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ലെവൽ 2ലേക്കാണ് നമ്മൾ ഡയറക്ട്ലി കയറാനായിട്ട് പോകുന്നത്. അതായത് ഒരു ലെവൽ 2 പോസ്റ്റിലേക്ക് നടത്തുന്ന ഒരു പരീക്ഷയാണ് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് പരീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ നിങ്ങൾക്ക് ഇനീഷ്യൽ പേ ആയിട്ട് കിട്ടുന്നത് 19,900 രൂപയാണ്. ബേസ് പേ ആയിട്ട് കിട്ടുന്നത് 19,900 രൂപയാണ്. നിങ്ങൾ വിചാരിക്കരുത് ഇത് വളരെ കുറഞ്ഞൊരു എമൗണ്ട് ആണല്ലോ എന്ന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, ഒരു അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് അല്ലെങ്കിൽ ലോക്കോ പൈലറ്റുകളെ സംബന്ധിച്ചിടത്തോളം റണ്ണിങ് അലവൻസ് ഉണ്ട്. അതായത് നിങ്ങൾ 1 കിലോമീറ്ററിന് ഈ ഒരു ട്രെയിൻ ഓടിക്കുന്നതിന് നിങ്ങൾക്ക് ഇത്ര രൂപ വെച്ച് കിട്ടുമെന്നുണ്ട്. അപ്പൊ ഈ റണ്ണിങ് അലവൻസ് കൂടാതെ നിങ്ങൾക്ക് എന്തുണ്ട്? നിങ്ങൾക്ക് DA വരും. ഏകദേശം ഈ ബേസ് പേയുടെ ഒരു 57 അല്ലെങ്കിൽ 58% DA വരുന്നുണ്ട്. പിന്നെ ഒരു HRA ഹൗസ് റെന്റ് അലവൻസ് എന്ന് പറഞ്ഞ് കിട്ടുന്നുണ്ട്. പിന്നെ ഒരു ട്രാൻസ്പോർട്ടേഷൻ അലവൻസ്, അത് പ്ലസ് ഈ ഒരു 57% ട്രാൻസ്പോർട്ടേഷൻ അലവൻസിന്റെ തന്നെ ഒരു 57% DA കിട്ടുന്നുണ്ട്. ഇതെല്ലാം ചേർത്ത് പിന്നെ ഒരു റണ്ണിങ് അലവൻസ് ഞാൻ നേരത്തെ പറഞ്ഞു, അതൊരു നല്ലൊരു എമൗണ്ട് ഉണ്ടാവും. എല്ലാം കൂടി ചേർത്ത് ഓൾമോസ്റ്റ് ഒരു 40,000 to 50,000 റുപ്പീസ് നിങ്ങൾക്ക് ഏറ്റവും സ്റ്റാർട്ടിങ്ങിൽ കിട്ടും. ഒരു അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന് 40 മുതൽ 50,000 രൂപ വരെ ഏറ്റവും കുറഞ്ഞത് മിനിമം ആണ് ഞാൻ പറയുന്നത് സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അപ്പോൾ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റണ്ണിങ് അലവൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള പേയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ജോലിയാണ്. ഓക്കെ, ഇതിൽ പക്ഷേ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണ്. നിങ്ങൾക്ക് വിഷനിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട്, അതായത് 6/6 വിഷൻ അല്ല എന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് മെഡിക്കലി ഫിറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്, ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുകൂടി മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളുടെ ഫിസിക്കൽ ഫിറ്റ്നസ്, അതായത് നിങ്ങൾക്ക് ഒരുപാട് ഓട്ടവും ചാട്ടവും ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, പക്ഷേ മെഡിക്കലി നിങ്ങൾ ഫിറ്റ് ആയിരിക്കണം. നിങ്ങളുടെ ഐസ് പക്കയായിരിക്കണം, ഹിയറിംഗ് തുടങ്ങിയ സകല കാര്യങ്ങളും എന്താണ് പക്കയായിട്ടിരിക്കണം. നിങ്ങളുടെ ബോഡി ഫിറ്റ് ആയിരിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, പിന്നെ അടുത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഒരു എക്സാമിനേഷനെ കുറിച്ചാണ്. അപ്പൊ എക്സാമിനേഷൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആദ്യമേ വരുന്നതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേജ് ഒരു CBT 1 പരീക്ഷയാണ്. CBT 1 പരീക്ഷ പ്രധാനമായിട്ടും മാത്സ്, റീസണിങ്, അതുപോലെ തന്നെ സയൻസ്, പിന്നെ ജനറൽ അവയർനെസ്, GK, ഈ ഒരു 4 സബ്ജക്റ്റുകളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു CBT 1 പരീക്ഷയാണ്.
ഇവിടെ നിങ്ങളുടെ ടെക്നിക്കൽ നോളജ് ഒന്നും ടെസ്റ്റ് ചെയ്യില്ല, സിംപ്ലി ക്വാളിഫയിങ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതായത് നിങ്ങളുടെ ഒരു നോളജ് മാത്സ്, റീസണിങ്, അതുപോലെ തന്നെ സയൻസ്, പിന്നെ നമ്മുടെ ജനറൽ അവയർനെസ്, ഈ 4 സബ്ജക്റ്റുകളുടെയും നോളജ് പക്കയായിട്ട് ടെസ്റ്റ് ചെയ്യുന്ന ഒരു പരീക്ഷയാണ് CBT1 പരീക്ഷ. ഇനി ഇതൊരു ക്വാളിഫയിങ് പരീക്ഷ മാത്രമാണ്. ഇനി നമുക്ക് CBT2വിന്റെയും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു പരീക്ഷ ഉണ്ട്. ഈ രണ്ടിന്റെയും കൂടി മാർക്ക് കമ്പൈൻ ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് പബ്ലിഷ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ സെക്കൻഡ് സ്റ്റേജിലാണ് നിങ്ങൾക്ക് എന്ത് വരുന്നത്, നിങ്ങളുടെ ടെക്നിക്കൽ പരമായിട്ടുള്ള നോളജ് ഒക്കെ ടെസ്റ്റ് ചെയ്യുന്നത്. ഇവിടെയും ഈ ഫസ്റ്റ് സ്റ്റേജിലുള്ള സബ്ജക്റ്റുകൾ ഉണ്ടാവും. കൂടാതെ എന്താണ് നമ്മളുടെ ടെക്നിക്കൽ ആയിട്ടുള്ള, അതായത് നമ്മുടെ ഈ ഒരു ALPയുടെ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള സബ്ജക്റ്റുകളും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആയിട്ട് വരുന്നത് ഈ ഒരു CBT2 പരീക്ഷയിലാണ്. സിലബസുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ നമുക്ക് അടുത്തൊരു ദിവസം ചെയ്യാം. അപ്പോൾ CBT2വിൽ വരുന്ന എന്തായിരുന്നു, ഈ ഒരു ടെക്നിക്കൽ ബേസ്ഡും അതുപോലെ തന്നെ CBT1ൽ നമ്മൾ പഠിച്ചിട്ടുള്ള സബ്ജക്റ്റും കൂടി ചേർത്തിട്ടുള്ള ഒരു പരീക്ഷയായിരിക്കും CBT2വിൽ ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടാവും. ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റിഫ്ലക്സ് ചെക്ക് ചെയ്യുക, അതുപോലെ തന്നെ നമ്മളുടെ ഇമോഷൻസ്, അതുപോലെ നമ്മളൊരു ഇന്റലിജൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന ഒരുപാട് സ്റ്റേജസ് ഒക്കെ ഇറങ്ങിയിട്ടുള്ള ഒരു സാധനമാണ് ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അത് അത്യാവശ്യം നല്ല രീതിക്ക് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനുള്ള ഒരു സംഭവമാണ്. അപ്പൊ അതിന്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തേക്കാം. അപ്പൊ കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ ഈ ഒരു CBT2 പരീക്ഷ ഉണ്ടാവും. CBT2 പരീക്ഷയുടെ ഒരു 70%, അതുപോലെ തന്നെ ഈ ഒരു CBATക്ക് ഒരു 30% വെയിറ്റേജും കൂടി ചേർത്തിട്ടാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് പബ്ലിഷ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിന് ശേഷമായിരിക്കും നമ്മളുടെ എന്തുണ്ടാവുക, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സ്റ്റേജ് ഉണ്ടാവും. അതായത് നമ്മളുടെ ഡോക്യുമെന്റ്സ് എല്ലാം പക്കയാണോ, നമുക്ക് 10ാം ക്ലാസ് SSLC സർട്ടിഫിക്കറ്റ് പ്രോപ്പർ ആയിട്ടുണ്ടോ, നമുക്ക് ITIയോ എഞ്ചിനീയറിംഗോ ഏതെങ്കിലും ഡിഗ്രീസ് പ്രോപ്പർ ആയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ടെസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത് എവിടെയായിരിക്കും, ഈ ഒരു സ്റ്റേജിൽ വെച്ചിട്ടായിരിക്കുള്ളൂ. അതിനുശേഷമാണ് നമ്മളുടെ മെഡിക്കൽ എക്സാമിനേഷൻ. അതായത് നമ്മൾക്ക് A1 മെഡിക്കൽ സ്റ്റാൻഡേർഡ്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കംപ്ലീറ്റ്ലി ഫിറ്റ് ആയിട്ടുള്ള ഒരു A1 മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉണ്ടോ എന്നൊക്കെ മെഡിക്കൽ ടെസ്റ്റിന് ശേഷമാണ് നമുക്ക് എന്ത് കിട്ടുക, ജോലി കിട്ടാനായിട്ട് പോകുന്നത്. നമുക്ക് ഏകദേശം ഒരു 1 ഇയർ അതിനുള്ളിൽ സെറ്റ് ആയിരിക്കും. അതായത് ഈ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്ത് എക്സാമും കാര്യങ്ങളൊക്കെ മൊത്തത്തിലുള്ള പ്രോസസ്സ് ഏകദേശം ഒരു 1 ഇയറിനുള്ളിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊരു ജോലി ഉറപ്പാക്കാനായിട്ട് പറ്റും ഈ ഒരു പരീക്ഷ എഴുതി പാസ്സായി കഴിഞ്ഞാൽ. അതുകൂടി ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇനി നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10ാം ക്ലാസ്, അതായത് SSLC പ്ലസ് ITI ഏതെങ്കിലും ഒരു നാഷണൽ കൗൺസിൽ ഓഫ് വൊക്കേഷണൽ ട്രെയിനിങ്ങോ അല്ലെങ്കിൽ സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് വൊക്കേഷണൽ ട്രെയിനിങ്ങോ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള സ്ഥലത്ത് നിന്ന് എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഈ ഒരു ALP പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതായത് സ്റ്റേറ്റ് അഫിലിയേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ നാഷണൽ ലെവൽ അഫിലിയേറ്റഡ് ആയിട്ടോ ഉള്ള ITI കോഴ്സുകൾ നിങ്ങൾ പാസ് ആയിട്ടുണ്ടോ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇനി ITIയിലെ ഏതൊക്കെ ട്രേഡുകളാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഫിറ്റർ ഉണ്ട്, ഇലക്ട്രീഷ്യൻ ഉണ്ട്, ഇൻസ്ട്രുമെന്റ് ഉണ്ട്, അതുപോലെ തന്നെ മിൽറൈറ്റ്, മെയിൻ്റനൻസ്, മെക്കാനിക് റേഡിയോ ആൻഡ് TV, ഇലക്ട്രോണിക്സ് മെക്കാനിക്, ഈ തുടങ്ങിയ ട്രേഡുകളിലൊക്കെ ITI എടുത്തിട്ടുള്ള എല്ലാവർക്കും എന്താണ് ഈ ഒരു ALP പൊസിഷനിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ, ഇനി അതല്ല ITI ഉള്ളവർക്ക് മാത്രമല്ല ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതായത് SSLC പ്ലസ് 3 ഇയർ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, അതല്ലെങ്കിൽ ഇതിന്റെ കോമ്പിനേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള വേരിയസ് സ്ട്രീമുകളിലുള്ള എഞ്ചിനീയറിംഗ് ഡിപ്ലോമ എടുത്തിട്ടുള്ളവർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഈ ഒരു ALP പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഇനി അതല്ല നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ആയിട്ട് തന്നെ ഉണ്ട് എന്നാണെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള, അതായത് നമ്മളുടെ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ തുടങ്ങിയ എഞ്ചിനീയറിംഗ് അതല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്ട്രീമുകളിലുള്ള എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ളവർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഈ ഒരു ALP പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതായത് നമുക്ക് കൂടിയ ക്വാളിഫിക്കേഷൻ ഉണ്ട് എന്നതുകൊണ്ട് നമുക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നില്ല, നമുക്കും എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ എന്ത് മനസ്സിലാക്കിയിരിക്കുക, ITI ഡിപ്ലോമ എഞ്ചിനീയറിംഗ് ഇവിടെ ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. എഞ്ചിനീയറിംഗ് ആണെങ്കിൽ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഇത് അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്ട്രീമുകൾക്കുള്ളവർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പൊ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇതാണ് വരുന്നത്. അപ്പൊ നമ്മൾ സാലറി പഠിച്ചു, ഏജ് ലിമിറ്റ് പഠിച്ചു, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പഠിച്ചു, എന്താണ് പരീക്ഷ എന്ന് പഠിച്ചു അല്ലേ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് അറിഞ്ഞിരിക്കണം. അപ്പൊ നമുക്ക് RRBയുടെ ഒരു അടിപൊളി ബാച്ച് ഓപ്പൺ ആയിട്ടുണ്ട്. അതായത് നമ്മുടെ CBT1 പരീക്ഷ പ്ലസ് ടെസ്റ്റ് പാക്കുകൾ, അതായത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ അടങ്ങിയിട്ടുള്ള ഒരു കിഡിലൻ പാക്ക് ആയിരിക്കും RRBയുടെ ALP ബാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ കംപ്ലീറ്റ്ലി കോംപ്രിഹെൻസീവ് ആയിട്ട് പക്ക സ്റ്റഡി പ്ലാനോട് കൂടി നിങ്ങളെ പഠിപ്പിക്കുകയാണ്. ക്ലാസിന്റെ നിലവാരവും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് താഴെ കാണുന്ന നമ്മുടെ സൂപ്പർ നോട്ട്സിന്റെ ആപ്പിന്റെ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് കയറി കണ്ടോടാ. അവിടെ നിങ്ങൾക്ക് ക്ലാസ് കിടക്കുന്നുണ്ട് ഫ്രീ ആയിട്ട് കാണാൻ, കൂടാതെ നമ്മുടെ നോട്ടുകൾ കിടക്കുന്നുണ്ട്, അതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക, ക്ലാസ്സുകളൊക്കെ ഒന്ന് കാണാൻ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അല്ല, അടിപൊളി ബാച്ചാണ്. അതല്ല, ഇനി ALP ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ അറിയാനുണ്ടെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം ഇട്ടിട്ടുണ്ടാവും, അതൊന്ന് ഫില്ല് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഏത് ഫാക്കൽറ്റീസിനോട് വേണമെങ്കിലും കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഗൂഗിൾ ഫോം ഫില്ല് ചെയ്തെങ്കിൽ ഞങ്ങൾ ഇവിടെ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ 8281223366 എന്ന് പറയുന്ന നമ്മുടെ നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യുക. 8281223366 മറക്കരുത്. ഈ ഒരു നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണുള്ളത് ALP ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. കൂടാതെ നമ്മുടെ
യൂട്യൂബ് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. നിങ്ങൾക്ക് ALP പരീക്ഷയുമായി ബന്ധപ്പെട്ട സകല അപ്ഡേറ്റുകളിലൂടെ ലഭിക്കുന്നതാണ്. നമ്മുടെ ടെലിഗ്രാം ചാനൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ അപ്ഡേറ്റും കാര്യങ്ങളും വേണം, അല്ലെങ്കിൽ ഫ്രീ മെറ്റീരിയൽസ് വേണോ, ഡെയിലി പോൾ വേണോ, ഇതൊക്കെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കിട്ടും. കൂടാതെ നമ്മുടെ ഇൻസ്റ്റ കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോ. നല്ല അടിപൊളിയായിട്ട് ഷോർട്ട് വീഡിയോസിലൂടെ നിങ്ങൾക്ക് എങ്ങനെ പഠിക്കാൻ തുടങ്ങിയ റീൽസും കാര്യങ്ങളൊക്കെ അവിടെയും നിങ്ങൾക്ക് കിടപ്പുണ്ട്. അപ്പോൾ സൂപ്പർ നോട്ട്സിന്റെ എല്ലാ സംഭവങ്ങളും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ALP പരീക്ഷയുമായി ബന്ധപ്പെട്ട ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോ, താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്താൽ മതി, നമ്മൾ നിങ്ങളെ കോൺടാക്ട് ചെയ്തോളാം. മക്കളെ, ALP നല്ലൊരു അടിപൊളി അവസരമാണ്, മിസ്സാക്കി കളയരുത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ള ഓരോ വീഡിയോസും നമുക്ക് ഓരോ ദിവസമായിട്ട് ഈ ചാനലിൽ ചെയ്യാം. കൂടാതെ എന്ത് ഡൗട്ട് വേണോ നേരെ ഇങ്ങോട്ടേക്ക് വിളിച്ചോ. അപ്പോൾ അടിപൊളിയായിട്ട് ഇപ്പോഴേ തന്നെ പഠിച്ചു തുടങ്ങിക്കോ. ഈ മാസം തന്നെ നോട്ടിഫിക്കേഷൻ വരും. 11,000 വേക്കൻസീസ് ഉണ്ട്, മറക്കണ്ട. അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക. താങ്ക് യു ആൻഡ് ഓൾ ദ ബെസ്റ്റ്.